ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അഷ്ന ക്ലിയർ അല്ലേ? ഡൊമിനിക് ആദിൽ ക്ലിയർ. ഓക്കെ. അപ്പം ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യു ഷുഡ് ബി തെറോ വിത്ത് ദാറ്റ് റൂൾസ്. ആ റൂള് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്, ബ്രാഞ്ചിങ് പോയിന്റും സമ്മിങ് പോയിന്റും, പിന്നെ ആഫ്റ്റർ ദ ബ്ലോക്ക്, ബിഫോർ ദ ബ്ലോക്ക്, അതൊക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ്, കുറേ ലൂപ്പുകൾ ഉണ്ടാവും അതിനകത്ത് അല്ല, ആ ലൂപ്പുകളുടെ ഇടയിൽ എനിക്ക് കുറേ ബ്രാഞ്ചിങ് പോയിന്റും സമ്മിങ് പോയിന്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു 2-3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യപ്പെടും. ഓക്കെ. കൂടുതൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് വഴി വേണമെങ്കിലും നോക്കാം. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വരേണ്ടതെന്ന് ഒന്നും കൂടി നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലം കൂടി നിങ്ങൾ ചെയ്ത് നോക്കാം. ഇത് വരച്ചെടുക്കാം. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു പ്രോബ്ലം ആണ് മുമ്പ്. G1, G2, G3, G4, H1, H2, H3. ഓക്കെ. അതിൽ വരച്ചെടുക്കാം. ആൻഡ് ഇതിന്റെ കൂടെയുള്ള obtain the transfer function by reducing the block diagram. Obtain the transfer function by reducing the block diagram. തെറ്റിക്കാണ്ട് വരക്കുക. നിങ്ങളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കോപ്പി ചെയ്യുന്ന സമയത്ത്, ഈ ബ്ലോക്ക് ഡയഗ്രം കോപ്പി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആദ്യം നല്ല നീറ്റായിട്ട് കോപ്പി ചെയ്യുക പേപ്പറിലേക്ക്, ആ ബ്ലോക്ക് ഡയഗ്രം, എന്നിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങും. വരച്ചല്ലോ അത്. അക്ഷയ് വരച്ച? വരച്ച റോഷ്നി? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അനുശ്രീ? മൈക്ക് തുറന്ന് സംസാരിക്കണേ. ഷീസ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഷീസ? ഇപ്പൊ എന്താ, ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ നിങ്ങൾ ആൻസർ ആയി. ശരിയല്ലേ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ശരിയല്ലേ ഡൊമിനിക്? അപ്പൊ എങ്ങനെ ചെയ്യും? എന്തായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത്? ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ ആയിരിക്കും ആദ്യം. മൈക്ക് തുറന്നിട്ട് സംസാരിക്കണേ. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അതിൽ കിട്ടിയ അതിലെന്താ ചെയ്യാൻ പോവാ ഫസ്റ്റ്? കേൾക്കുന്നില്ലേ പറയുന്നത്?
റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൻഡൻസ് തരില്ല. ചോദിച്ചാൽ മൈക്ക് ഓൺ ചെയ്തിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാം. എങ്ങനെയായിരിക്കും റോഷിനി ചെയ്യുക? ആ ബ്രാഞ്ച് മൂവ് ചെയ്യാൻ പറ്റുമോ? ഏത് ബ്രാഞ്ച്? H3 വരുന്ന ആ ബ്രാഞ്ച് ഇല്ലേ? ഓക്കെ. ഈ G3 G4 ഇടയിലുള്ള ബ്രാഞ്ച് അല്ല, എങ്ങോട്ടേക്കാ മൂവ് ചെയ്യാം? അല്ല, ഈ ഫസ്റ്റ് സമ്മിങ് പോയിന്റിന്റെ ഇടയുള്ള ഒരു ഈ ബ്രാഞ്ച് ആണോ? അല്ലല്ല, എന്റെ ലെഫ്റ്റിലുള്ള H3 ലെഫ്റ്റിലേക്ക് പോകുന്നു. ഇതോ? അവിടെയുള്ള ബ്രാഞ്ച് ഇല്ലേ? ഇതിപ്പം ഈ ബ്രാഞ്ച് പോകുന്ന സമ്മിങ് പോയിന്റിലേക്കല്ലേ? ആ ഈ സമ്മിങ് പോയിന്റിൽ നമുക്ക് ബ്രാഞ്ചിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ഈ സമ്മിങ് പോയിന്റിനെ മാത്രമേ മൂവ് ചെയ്യിക്കാൻ പറ്റൂ. ബ്രാഞ്ചിനെ മൂവ് ചെയ്യിക്കുന്ന എങ്ങനെ അതായത് ഇങ്ങനെയുള്ള ടേക്ക് ഓഫ് പോയിന്റുകളെ മാത്രമേ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റൂ. ഈ ടേക്ക് ഓഫ് പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാം. ഈ സമ്മിങ് പോയിന്റിനെ മൂവ് ചെയ്യിക്കാം. അപ്പൊ ഇതിന്റെ കൂടെ ഈ ബ്രാഞ്ചും കൂടി മൂവ് ആവും. സമ്മിങ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മൂവ് ചെയ്യിക്കാം. അപ്പോൾ ബ്രാഞ്ചിങ് ഈ ഒരു ടോട്ടൽ ഈ ബ്രാഞ്ച് കൂടി ഇങ്ങോട്ടേക്ക് മൂവ് ആവും. നിങ്ങൾ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ. അപ്പൊ എന്താണ് പരിപാടി? സമ്മിങ് പോയിന്റ് ഇപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ? ഇതല്ല സമ്മിങ് പോയിന്റ്. റൈറ്റ് ഇങ്ങോട്ടേക്ക് സൈഡ് മൂവ് ചെയ്യിക്കാനാണോ? മൂവ് ചെയ്യിക്കാം. ഇങ്ങോട്ടേക്ക് മൂവ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് ഉണ്ടാവുക, ശരിയല്ലേ? അതെന്തിനാണ് മൂവ് വെച്ചത്? ഈ ഒരു ലൂപ്പിനെ ഫ്രീ ആക്കാനല്ലേ? ഈ ഒരു ലൂപ്പിനെ ഫ്രീ ആവുക ആക്ച്വലി നേരം ഈ ബ്രാഞ്ചിങ് പോയിന്റ് ഇടയിലല്ലേ ഈ സമ്മിങ് പോയിന്റ് വരുക. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഈ സമ്മിങ് പോയിന്റിനെ എടുത്തിട്ട് G2 ഫ്രണ്ടിലാണ് വെക്കുന്നത്. അത് മാത്രമേ നമുക്ക് അറിയൂ, റൂൾ ഉള്ളൂ അല്ലെ? ഈ സമ്മിങ് പോയിന്റിനെ എടുത്തിട്ട് ഈ ബ്രാഞ്ചിങ് പോയിന്റിനെയും കൂടി മുമ്പിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൂപ്പ് ഫ്രീ ആവുള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? അല്ലേ? അപ്പം ഈ സമ്മിങ് പോയിന്റിനെ എടുത്തിട്ട് ഈ ബ്രാഞ്ചിങ് പോയിന്റിന്റെ മുമ്പിലേക്ക് വെക്കാനുള്ള റൂള് നമ്മൾ ആക്ച്വലി നമുക്ക് അറിയില്ല. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പൊ അത് പോസിബിൾ ആണോ? അങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ഈ ലൂപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ? ആ ലൂപ്പ് ഫ്രീ ആയിട്ട് കിട്ടാനാണ് റോഷിനി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇസ് ദാറ്റ് പോസിബിൾ? ഞാൻ ഉദ്ദേശിച്ചത് ആ ജംഗ്ഷൻ ഇല്ലേ, H1 ജംഗ്ഷന്റെ അവിടേക്ക് മൂവ് ചെയ്യാൻ. അതെ, ജംഗ്ഷന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ ഈ G2 ഫ്രണ്ടിലല്ലേ? അങ്ങനെ മൂവ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ഫിഗർ ഉണ്ടാവുക നോക്കിയാൽ നിങ്ങൾ. അപ്പം ഇവിടെ G1 ഉണ്ട് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ G2 ഉണ്ട്. ഇതിനടുത്ത് മൂവ് വെച്ചു, ശരി, സമ്മതിച്ചു. ഈ സമ്മിങ് പോയിന്റിന് അടുത്ത് ഇവിടത്തേക്ക് മൂവ് വെച്ചു. ഇവിടെയാണ് ഉണ്ടാവുക. ഇങ്ങനെ പോകും, ശരിയല്ലേ? ഓക്കെ. ഇവിടെ ആയിരിക്കും കണക്ഷൻ, അല്ലെ ഇതിന് തൊട്ടിട്ടായിരിക്കും കണക്ഷൻ. അങ്ങനെ ഉണ്ടാവും ശരിക്കും? അങ്ങനെ ഇല്ല. ആക്ച്വലി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്കിന്റെ ഫ്രണ്ടിലേ വരുള്ളൂ, അല്ലാണ്ട് ഇതിന്റെ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യില്ല. ഇവിടെ ആയിരിക്കും ആക്ച്വലി എന്ത് വരുക? നിങ്ങൾ ഈ H1 പോകുന്ന ബ്രാഞ്ചിങ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ. ഇങ്ങനെ പോകുന്നത്. ഓക്കെ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? ഒരു ലൂപ്പ് ആക്കാൻ പറ്റില്ല. എന്ന് ഇതിന്റെ ഇടയിൽ ഈ ബ്രാഞ്ച് ഈ സമ്മിങ് പോയിന്റ് വന്നു. ഈ സമ്മിങ് പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഈ സമ്മിങ് പോയിന്റ് ഇവിടത്തേക്ക് വന്നപ്പോൾ അങ്ങനെ വന്നു. അപ്പൊ നമുക്കത് പോസിബിൾ ആണോ ചെയ്യുന്നത്? ഈസി, എളുപ്പമാണോ? അല്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ആർക്കെങ്കിലും കിട്ടി? ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നോണ്ടാണ്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് കണ്ടുപിടിക്കണം. ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് എളുപ്പത്തിൽ ഏത് ലൂപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫ്രീ ആക്കാൻ പറ്റുമെന്ന് നോക്കുക. സാർ, ആ G3 G4 ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ലൂപ്പ് G4 അപ്പുറത്തേക്ക് മാറ്റിയാ പോരെ? മതി, വെരി ഗുഡ്. ബ്രാഞ്ചിങ് പോയിന്റ് മതി, ഗുഡ്. അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടി ഓൾമോസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. അപ്പൊ എങ്ങനെ ചെയ്യാതെ? മനസ്സിലായോ പറഞ്ഞ? ഇതിനെന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇങ്ങോട്ടേക്ക് മൂവ് വെച്ചാൽ പോരെ? ഇത് ഫ്രീ ആയില്ലേ? ഈ ലൂപ്പ് ഫ്രീ ആയില്ലേ? പറഞ്ഞ മനസ്സിലായോ? റോഷിനി മനസ്സിലായോ? അനുശ്രീ ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ മാറ്റം വരുക? എന്താ വരുക ഡൊമിനിക്ക്? ഈ ബ്രാഞ്ചിങ് പോയിന്റ് G4 എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്? പിന്നിലേക്കാ മൂവ്, അല്ല ഫ്രണ്ടിലേക്കാ മൂവ് ചെയ്യുന്നത് അല്ല? അഡീഷണൽ നമ്മൾ G4 കൊടുക്കേണ്ടി വരും.
അപ്പൊ ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ പോകുന്നത് അല്ലെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ നിന്നാണ് ആക്ച്വലി ബ്രാഞ്ചിങ് പോയിന്റ് ഉള്ളത്. അപ്പൊ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്തില്ല, ഇവിടെ G4ന്റെ എഫക്ട് ഇല്ല, ശരിയല്ലേ പറഞ്ഞ? G3 കഴിഞ്ഞ് ഇവിടുന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് G4ന്റെ എഫക്ട് ഇല്ല. G4ന്റെ പക്ഷെ നമ്മൾ ഈ ബ്രാഞ്ചിങ് പോയിന്റ് ഇങ്ങോട്ടേക്ക് മൂവ് വെച്ചാൽ എന്തായി, G4 കഴിഞ്ഞിട്ടല്ലേ ആ ബ്രാഞ്ചിങ് പോയിന്റ് വരുന്നത്. അപ്പം ദർ വിൽ ബി എ എഫക്ട് ഓഫ് G4. അപ്പൊ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം നമ്മള്, ആ G4ന്റെ എഫക്ട് നമുക്ക് കളയണ്ടേ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഡൊമിനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ആദിൽ മനസ്സിലാവുന്നുണ്ടോ? വൈഷ്ണവ് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ അതിനെ മാറ്റി വരക്കും. അപ്പം ഈ ഇതിന് ഇങ്ങോട്ടേക്ക് മൂവ് വെച്ചാൽ എന്താ വരുക അനുശ്രീ? മൈക്ക് പറഞ്ഞിട്ട് സംസാരിച്ച 1 ബൈ ഒച്ചത്തിൽ പറ, കേൾക്കുന്നതില്ല. 1 ബൈ G4 1 ബൈ G4 വരും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഫിഗർ മാറ്റി വരക്കും. മനസ്സിലായ പറഞ്ഞ? ആർ ഓഫ് എസ് ഫസ്റ്റ് എപ്പോഴും നോക്കുകയെന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചിങ് പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാവും. എവിടെയെങ്കിലും മാറ്റാൻ പറ്റുന്ന ഒരു ബ്ലോക്കിന്റെ പിന്നിലേക്കോ ഫ്രണ്ടിലേക്കോ മാറ്റാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചിങ് പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടാവും. അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അതിൽ തന്നെ ആൻസർ ആയി. സമയം പോയിന്റിലേക്കെല്ലാം മൂവ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ഫസ്റ്റ് ഒരു ബ്രാഞ്ചിങ് പോയിന്റ് ഉണ്ടാവും. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പൊ എന്ത് വന്നു, 1 ബൈ G4 അല്ലേ. ഓക്കെ, നിങ്ങളിനി നോക്കിയേ, നമുക്ക് ഏത് ലൂപ്പ് തന്നെ എഴുതാം സിമ്പിൾ ആയിട്ട്. ഈ ലൂപ്പ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ, കമ്പയർ ചെയ്തിട്ട് എഴുതാം അല്ലെ. ഇവിടെ G3 G4 സീരീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, G3 G4 എന്ന് എഴുതാം. ഈ ബ്ലോക്കിനെ ഞങ്ങൾക്ക് ഇനി മാറ്റാം. എങ്ങനെ മാറ്റാം അത്, എങ്ങനെയാ ആ ബ്ലോക്ക് ഉള്ളത്, എൻറ്റയർ ഡയഗ്രം എങ്ങനെയാ ഉള്ളത്? പാരലൽ ബ്ലോക്ക് ആണോ, സമ്മിങ് ഐ മീൻ ഫീഡ്ബാക്ക് ആണോ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ, എന്താ അത്, എന്താ അഞ്ചന? നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെ, നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പൊ ഇവിടെ ജിന്റെ പ്ലേസിൽ G/1 + GH ആണ് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് G യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് G3 G4 അല്ലെ, Hന് പകരം H2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ വാട്ട് വിൽ ബി യുവർ ഇക്വേഷൻ, G/1 + GH അല്ലേ. എന്ത് വരും ഇവിടെ, G3 G4/1 + G3 G4 H2. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. അപ്പൊ ഈ ബ്ലോക്കിനെ നിങ്ങൾ എൻറ്റയർ ഈ ബ്ലോക്കിനെ നിങ്ങൾ മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. G3 G4/1 + G3 G4 H2. നെക്സ്റ്റ് നിങ്ങൾ എഴുതുക. മനസ്സിലായോ പറഞ്ഞത്? റോഷ്നി ക്ലിയർ ആണോ? മനസ്സിലായോ? വൈഷ്ണവ് മനസ്സിലാവുന്നുണ്ടോ? വൈഷ്ണവ് അവിടെ ഇല്ലേ? ഓക്കെ, അക്ഷയ് അഷ്ന ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എഴുതും. G3 G4/1 + G3 G4
ഓക്കെ, ശരി. പിന്നെ എന്താ ചെയ്യാൻ നമ്മള്? ഇതിനെ ഞങ്ങൾക്ക് മൾട്ടിപ്ലൈറ്റ് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും? h3/g4 എന്നുണ്ട്. h3 into h3/g4. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ നമ്മള്? എങ്ങനെ ചെയ്യാം? അഷ്നാനി എങ്ങനെ ചെയ്യും? G2 ശേഷമുള്ള ബ്രാഞ്ചിന് G2 മുമ്പിലേക്ക് എടുത്തൂടെ? G2 ശേഷമുള്ള ഇതിനെയാണോ? അല്ല, H1 വരുന്ന ഈ ബ്രാഞ്ചിന് ഇതല്ല പറഞ്ഞ G2 ആ G2 ഫ്രണ്ടിൽ തന്നെയല്ല അതുള്ളത്. അതിനെ ബാക്കിലേക്ക് മാറ്റിക്കൂടെ? ഇങ്ങോട്ടേക്ക് മാറ്റിയല്ല. ആ അങ്ങോട്ടേക്ക് മാറ്റിയാൽ എന്താ നമുക്ക് എന്താ നേരം അഡ്വാൻറ്റേജ്? G2 മറ്റേതും സീരീസ് ആയി എടുത്തൂടെ? അങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ അത് അത്ര വലിയൊരു അതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് നോക്കി, അതിന് ശേഷം എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ളത് ഒരു ലൂപ്പ് നമ്മൾ കളഞ്ഞു, ഒരു ലൂപ്പ് നമ്മൾ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഇനി ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിനെ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്ത്? നമ്മളെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ തെറ്റൊന്നല്ല. പക്ഷെ കുറച്ചും കൂടി ആലോചിച്ച് നോക്കുക, വേറെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വഴിയുണ്ടോ? മേലത്തെ H3/G4 പോസിറ്റീവ് ഫീഡ്ബാക്ക് ആക്കി എടുക്കണ്ടെങ്കില് ഇപ്പം പറഞ്ഞ ആ ബ്രാഞ്ചിനെ ലാസ്റ്റ് ബ്ലോക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവിടണം. ലാസ്റ്റ് ബ്ലോക്കിന്റെ വെരി ഗുഡ്. G3/G4/1 + G3/G4H2 അല്ലെ? അതിന്റെ മുമ്പിലേക്കല്ലേ കൊണ്ടുവരേണ്ടത്? അതല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഇതിനെ അതെ, അപ്പൊ ഇതിനെ ഇങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്തായി? ഇതിങ്ങനെ ഫ്രീ ആയി അല്ലെ? ഈ ഒരു ബ്ലോക്ക് നമുക്ക് ഫ്രീ ആയി കിട്ടും അല്ലെ? അതോടെ ഓൾമോസ്റ്റ് നിങ്ങളെ ആൻസർ ആയി ശരിക്കും. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെന്താ ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഇതിനെ ഇതിന്റെ ഫ്രണ്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെ? യൂഷ്വലി എന്തില്ല, നോർമലി ഇതിന്റെ എഫക്റ്റ് ഇവിടെ ഇല്ല, വരുന്നില്ല. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വന്നു? ഈ G3/G4/1 + G3/G4H2 എഫക്റ്റ് എവിടെ വന്നു? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും? അപ്പം H1 ആയിട്ട് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ? എന്താ ചെയ്യാം? എന്താ ചെയ്യാ? മനുഷ്യ എന്താ ചെയ്യാം? ഡിവൈഡ് ചെയ്യും അല്ലെ? അപ്പം H1 ഇത് വരും അല്ലെ? അപ്പൊ അത് നിങ്ങൾ എഴുതി, നീറ്റായിട്ട് എഴുതി. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, ബാക്കി എഴുതി വന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരക്കണേ. എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഈ ബ്ലോക്കിനെ മാറ്റിയിട്ട് നിങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നു. അല്ലാതെ വേറെ സിമ്പിൾ വഴി ഉണ്ടോ നിങ്ങൾ നോക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ പറഞ്ഞ സമ്മിങ് പോയിന്റ് എന്തെങ്കിലും മാറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ അതും നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്തതിന് പകരമാണെങ്കിൽ വേറൊരു വഴി, ഇവിടെ നമുക്ക് ഈ സമ്മിങ് പോയിന്റ് ഇവിടത്തേക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വേണമെങ്കിൽ അല്ല ഈ സമ്മിങ് പോയിന്റ് മൂവ് ചെയ്യിച്ചാലും ചിലപ്പോൾ ഈ ലൂപ്പാവും മറ്റേ ഫ്രീ ആയിട്ട് വരും. അങ്ങനെ വേണമെങ്കിൽ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഏത് വഴി വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഇവിടെ എന്ത് വരും? 1 ഈ സംഭവം വരും. അപ്പൊ അതായത് ടോട്ടൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും?
തിരിച്ചിടല്ല 1 പ്ലസ് G3 G4 H2 ഡിവൈഡ് ബൈ G3 G4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. അത് നിങ്ങൾ മാറ്റിയിട്ട് എഴുതുക ടോട്ടൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം കുറേയൊക്കെ അല്ലേ. ഇതിനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. G2 അഷ്ന ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആ സർ. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ ബ്ലോക്കിനെ റെഡ്യൂസ് ചെയ്യാം അല്ലേ. ഇതെന്താണ് ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണെന്ന് നോക്കണേ. ഡയറക്ഷൻ എപ്പോഴും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം അല്ലേ. ഇതെന്താ, ഈ ബ്ലോക്ക് എന്താ, ഈ ബ്ലോക്ക് എന്താണ് പറ. പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ, പാരലൽ ബ്ലോക്ക് ആണോ, എന്താ പരിപാടി? എന്താ ഒരു അഞ്ചന? പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല. അപ്പം അത് എഴുതുക, ഇക്വേഷൻ നോക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്ന ഇതും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതുമായിരിക്കും. G3/H4 ആയിരിക്കും. വലിയ ലോങ് ടേം വരും. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ചെയ്യും, നിങ്ങൾ തെറ്റിക്കാണ്ട് ചെയ്യും. റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. ചിലപ്പം നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ടേംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നോക്കിയിട്ട് ചെയ്യാം. വേറെയും വഴികളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇതിനെ നോക്കാം. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കാം, ശരിയല്ലേ. ഇവിടെ ഒരു ബ്ലോക്ക് വരും, അതായത് ഇതിനെ ബാക്കോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ നോക്കണം. അത് സമ്മിങ് പോയിന്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി, അപ്പോൾ ഇവിടെ ഒരു വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു സമ്മിങ് ബ്ലോക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പ് ഫ്രീ ആവും. അങ്ങനെയും ചെയ്യാം, ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആണെന്താ അഞ്ജന? കിട്ടിയോ? അതിന്റെ ആൻസർ കിട്ടിയോ ഇതിന്റെ, ഈ ബ്ലോക്കിന്റെ? കുറച്ച് വലിയ ആൻസേഴ്സ് വരും എപ്പോഴും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴും. റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടോ. കുറച്ചൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. ഇവിടെ എന്താ വന്ന അനുശ്രീ, ഈ ബ്ലോക്ക് എന്താ വന്ന? പറ. G2 G3 G4 by 1 plus G3 G4 H2 അല്ലേ, ഡിവൈഡ് ബൈ 1 പ്ലസ് ഇതന്നെ വരും G2 G3 G4 by 1 plus G3 G4 H2 into H3 by G4 ഇവിടെ വേണമെങ്കിൽ G4 കട്ട് ചെയ്യാം.
1 പ്ലസ് ജി എച്ച് അല്ലേ, മാറ്റി എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ജി ത്രീ ജി പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിനിങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ ഇത് വരും. അപ്പം എന്ത് വരും, ജി ടു ജി ത്രീ ജി ഫോർ ഡിവൈഡ് ബൈ എന്ത് വരും, 1 പ്ലസ് ജി ത്രീ ജി ഫോർ എച്ച് ടു പ്ലസ് ജി ടു ജി ത്രീ എച്ച് ത്രീ ഡിവൈഡ് ബൈ മൂന്നൊക്കെ ടേം ജി ടു ജി ത്രീ ജി ഫോർ ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ത്രീ ജി ഫോർ എച്ച് ടു ആണ്. ശരിയല്ല, ഈ താഴത്തെ ടേമിനെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ ഇത് നോക്കാം. അപ്പം എന്ത് വരും, 1 പ്ലസ് ജി ത്രീ ജി ഫോർ എച്ച് ടു പ്ലസ് ജി ടു ജി ത്രീ എച്ച് ത്രീ ഡിവൈഡ് ബൈ ഇത് തന്നെ വരും, 1 പ്ലസ് ജി ത്രീ ജി ഫോർ എച്ച് ടു എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നിങ്ങൾ കട്ട് ചെയ്തൂടെ, ഇത് രണ്ടിനും ഈ ടേമിന് രണ്ടിനും കട്ട് ചെയ്തോടെ, സെയിം അല്ല. അപ്പൊ എന്താ വരും, അവിടെ ഈ ബ്ലോക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് വരും, ജി ടു ജി ത്രീ ജി ഫോർ ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ത്രീ ജി ഫോർ എച്ച് ടു പ്ലസ് ജി ടു ജി ത്രീ എച്ച് ത്രീ. ഇതായിരിക്കും ഇവിടെ വരുന്ന ബ്ലോക്ക്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എൻ്റയർ സംഭവത്തിന് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആണെന്നുണ്ടോ, പ്രശ്നം മനസ്സിലായോ? ഇപ്പൊ കിട്ടിയത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ആ ഡിനോമിനേറ്ററിലെ ടേമിനെ ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുക. അപ്പം രണ്ട് ടേമുകൾ കട്ടായി പോകും. മനുഷ്യന് മനസ്സിലായോ? ഇതാണ് ജി ടു ജി ത്രീ ജി ഫോർ ബൈ 1 പ്ലസ് ജി ത്രീ ജി ഫോർ എച്ച് ടു പ്ലസ് ജി ടു ജി ത്രീ എച്ച് ത്രീ. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ റീപ്ലേസ് ചെയ്യാം. അതിനോട് അതിന്റെ കൂടെ ഒരു ജി വണ്ണും കൂടി വരും അല്ലെ. അപ്പം ജി വൺ ഇവിടെ കാസ്കേഡ് ആയിട്ടുണ്ട്, ജി വണ്ണും കൂടി വരും. അപ്പം ജി വൺ ജി ടു ജി ത്രീ ജി ഫോർ ഡിവൈഡ് ബൈ വരും. അപ്പൊ നമുക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും, പ്ലസ് അല്ല മൈനസ് ആണ് വരിക. പ്ലസ് അല്ല, നമ്മൾ പ്ലസ് ആയിട്ടത് മൈനസ് ആണ് വരിക അല്ലെ. പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല, മൈനസ് ആണ് വരിക. അതാണ് ഒരു മൈനസ്. ജി ടു ജി ത്രീ ജി ഫോർ ഡിവൈഡ് ബൈ 1 മൈനസ് ജി ത്രീ ജി ഫോർ എച്ച് ടു പ്ലസ് ജി ത്രീ ജി ടു ജി ത്രീ. ഓക്കെ, ഇതിപ്പോ എന്താ വരുക, ലാസ്റ്റ് പ്രവൃത്തിയിൽ എന്താ വരുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ, ഓർ പാരലൽ ബ്ലോക്ക് ആണോ? എന്താ ഒരു അഞ്ജന? നെഗറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ല വരും അല്ലേ. ഇപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ അഗൈൻ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. എൻ്റെ ഒരു ബ്ലോക്കിനെ മാറ്റാം. ഇവിടെ ഇതായിരിക്കും ജി എന്ന് പറയുന്നത് അല്ലെ, ഇതായിരിക്കും ജി, ഇതായിരിക്കും എച്ച്. എഴുതാം.
കിട്ടിയോ? അഷ്ന മനസ്സിലായില്ലേ എഴുതിയത്? നിങ്ങൾ നീറ്റായിട്ട് എഴുതി നോക്കാം, അന്നേരം അത് കറക്റ്റ് കിട്ടും. റോഷ്നി മനസ്സിലായോ? ആ സർ. ഓക്കെ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും എക്സാമിന് നിങ്ങളോട് എപ്പോഴും ചോദിക്കും. ഒരു ബ്ലോക്ക് ഡയഗ്രം ഇൻട്രക്ഷൻ ഞാൻ ഇനിയും 1-2 അസൈൻമെന്റ്സും കൂടി ചെയ്യാം, ചെയ്തുതരാം, പറഞ്ഞുതരാം. അപ്പോൾ അത് നോക്കുക നന്നായിട്ട്, സ്വന്തം ചെയ്ത് നോക്കുക. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഐഡിയ വരുള്ളൂ. നിങ്ങൾ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ആകെ 2 ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ നോക്കിയില്ല, 3 ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ മനസ്സിലാത്തത്. അപ്പം ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അന്നേരം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് എഴുതാം. എക്സാമിന് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിക്കില്ല. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കുമോ, ഫസ്റ്റ് നോക്കുക, ഒന്ന് ആ ഫിഗർ നന്നായിട്ട് നോക്കുക, എങ്ങനെയാണ് മാറ്റാൻ പറ്റുമെന്ന്. അതിനുശേഷം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. ഇപ്പോഴും ആ റൂൾ ഒബേ ചെയ്യണം. റൂൾ തെറ്റിപ്പോയാൽ നിങ്ങളുടെ മാർക്ക് പോകും. റൂൾ എപ്പോഴും നന്നായിട്ട് പഠിക്കും. ബ്രാഞ്ചിങ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, സമ്മിങ് പോയിന്റ് മാറ്റുന്നത്, അല്ലെ, ഫീഡ്ബാക്ക് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസും ആ ട്രാൻസ്ഫോർമേഷനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ചെയ്യാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ചെയ്യാം. ഇതൊന്ന് വരച്ചെടുക്കും കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. കാണുന്നില്ല ബോർഡിൽ? ഡൊമിനിക് കാണുന്നില്ലേ? സാർ കാണുന്നുണ്ട്. ഓക്കെ, അന്ന് വരച്ചെടുക്കാം. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അത് പെട്ടെന്ന് വരച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തരാം. നിങ്ങൾക്ക് എളുപ്പമാണ്, ഇത് വലിയ പ്രയാസമൊന്നുമില്ല. വരച്ചോ? അശ്വിൻ വരച്ചോ? അനുശ്രീ വരച്ചോ? വൈഷ്ണവ് വരച്ചില്ല? അഷ്ന കാണുന്നില്ലേ? ഇതെങ്ങനെ ആയിരിക്കും ചെയ്യാം? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഡൊമിനിക് ഐഡിയ ഉണ്ടോ എന്തെങ്കിലും? കുറെ എളുപ്പമായത് ഉണ്ടോ? റോഷ്നി നിങ്ങൾ പറ, ഉണ്ടോ ഐഡിയ ഉണ്ടോ? തെറ്റിയ സാറില്ല, കുഴപ്പമില്ല. ഡൊമിനിക് ഐഡിയ ഉണ്ടോ എന്തെങ്കിലും? അഞ്ജന കേൾക്കുന്നില്ലേ നിങ്ങൾ പറയുന്നത്? അഞ്ജന അങ്ങനെ ചെയ്യാം. മൈക്കോൺ ചെയ്ത അഞ്ജന അങ്ങനെ ചെയ്യും.
ഫിഗർ നന്നായിട്ട് നോക്കുക, ഓരോ പാർട്ടും നോക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? പറഞ്ഞോ. എങ്ങനെ ചെയ്യാം റോഷ്നി? ഇവിടെ കേൾക്കുന്നില്ല പറയുന്നത് നിങ്ങള്. എങ്ങനെ ചെയ്യാ? എന്താ നിങ്ങളെ ഐഡിയ? പറയുന്ന തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഒന്നും കിട്ടുന്നില്ലേ? ഇങ്ങനെ ആയിരിക്കും ഡൊമിനിക്ക ചെയ്യാം. അനുശ്രീ പറഞ്ഞോ, ഒച്ചത്തിൽ പറ. ഏത്? ആ G4 ഉം G5 എന്താ ഇവിടെ? G4 ഉം G5 എന്താണ്? എങ്ങനെയുള്ളത്? എങ്ങനെയുള്ളത്? പാരലൽ ബ്ലോക്സ് അല്ലേ? അല്ലേ അഞ്ജന? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം അല്ലേ? G4 ഉം G5 കമ്പൈൻ ചെയ്യാം. സിമിലർലി ഇവിടെ നോക്കിയാൽ നിങ്ങൾ G3യും ഒരു ബ്രാഞ്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ വന്നാൽ അതിന്റെ മീനിങ് ഇവിടെയുള്ള ട്രാൻസ്മിറ്റൻസ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ? 1 ആകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം G3 ഇവിടെ എന്താ പാരലൽ ബ്ലോക്സ്? ഇവിടെ അപ്പം എന്ത് വരും? G3 + 1 വരും. മനസ്സിലായ? ഇവിടെ സിമിലർലി യു ക്യാൻ റൈറ്റ് G5 + G4. അങ്ങനെ വെച്ചിട്ട് ഈ ബ്ലോക്കിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം, ഈ ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യാം അല്ലേ? അത് രണ്ടും കാസ്കേഡ് ആയിരിക്കും, മൾട്ടിപ്ലൈ ചെയ്യാം. അഗൈൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും. അതിനെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം. ഇവിടെ ഒരു G2 വരും, ആ G2നെ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അഗൈൻ നിങ്ങൾക്ക് ഇവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ അത് വരും. അവസാനം ഒരു G1 ഉണ്ടാവും, G1 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. മനസ്സിലായോ പറഞ്ഞത്? റോഷ്നി ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഇത് ചെയ്തിട്ട് വരുമോ? അനുശ്രീ മനസ്സിലായോ? അഞ്ജന, ഡൊമിനിക് ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ. ഓക്കെ, അപ്പൊ അത് ചെയ്തിട്ട് വരുമോ കേട്ടോ അടുത്ത ക്ലാസ്സിൽ? ഓക്കെ, അറ്റൻഡൻസ് പറയണേ.